നമസ്കാരം. പാകിസ്ഥാൻ എന്ന് കേൾക്കുമ്പോൾ എന്താണ് മനസ്സിൽ വരുന്നത്? തീവ്രവാദവും ഭീകരപ്രവർത്തനങ്ങളും അല്ലേ? എന്നാൽ ഈ പാകിസ്ഥാന്റെ വരുമാന മാർഗം എന്താണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കയറ്റുമതിയിൽ നിന്നും രാജ്യത്തിന് ആവശ്യമായ സമ്പത്തിന്റെ വലിയൊരു ഭാഗം കണ്ടെത്തുന്ന രാജ്യങ്ങളിലൊന്നാണ് പാകിസ്ഥാൻ. കാര്യമായ പുരോഗതിയൊന്നും അവകാശപ്പെടാനില്ലാത്ത പാകിസ്ഥാന്റെ പ്രധാന വരുമാന മാർഗം ഈ കയറ്റുമതിയാണ്. പാകിസ്ഥാനിൽ നിന്നും ഏറ്റവും കൂടുതൽ ഉൽപ്പന്നം വാങ്ങുന്ന രാജ്യം ഏതാണെന്നറിയാമോ? ആ പേര് കേട്ടാൽ ചിലപ്പോൾ ഞെട്ടിപ്പോവും. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം രാജ്യം ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന വിദേശ രാജ്യങ്ങളുടെ പട്ടിക പുറത്തുവിട്ടിരുന്നു. അമേരിക്കയിലേക്കാണ് പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നത്. ഈ വർഷം മെയ് മാസം വരെ പാകിസ്ഥാൻ $2037 മില്യൺ ഉൽപ്പന്നങ്ങളാണ് അമേരിക്കയിലേക്ക് കയറ്റി അയച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷം $1862.09 മില്യൺ ഉൽപ്പന്നങ്ങളായിരുന്നു പാകിസ്ഥാൻ അമേരിക്കയിലേക്ക് കയറ്റി അയച്ചത്. അമേരിക്ക കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് പാകിസ്ഥാന്റെ ചങ്കായ ചൈനയിലേക്കാണ്. ഈ വർഷം ആദ്യ 4 മാസത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ $813.44 മില്യൺ ഉൽപ്പന്നങ്ങളാണ് പാകിസ്ഥാൻ ചൈനയ്ക്ക് വിറ്റഴിച്ചതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പാകിസ്ഥാനിൽ നിന്നും ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിൽ 3-ാം സ്ഥാനമുള്ളത് ബ്രിട്ടനാണ്. ഈ വർഷം $761.39 മില്യൺ ഉൽപ്പന്നങ്ങളാണ് ബ്രിട്ടൻ പാകിസ്ഥാനിൽ നിന്നും ഇറക്കുമതി ചെയ്തത്. പാകിസ്ഥാനിൽ നിന്നും ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിൽ 4-ാം സ്ഥാനം UAEക്കാണ്. $737 മില്യൺ ഉൽപ്പന്നങ്ങളാണ് പാകിസ്ഥാൻ UAEയിലേക്ക് കയറ്റി അയച്ചിട്ടുള്ളത്. ഈ അടുത്ത കാലത്തായി പാകിസ്ഥാൻ ബംഗ്ലാദേശുമായി വ്യാപാര സമുദ്ര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തിയിരുന്നു. പാകിസ്ഥാനിൽ നിന്ന് വൻതോതിൽ ആയുധങ്ങൾ ബംഗ്ലാദേശ് വാങ്ങിയിരുന്നു. ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നതിനിടയിലാണ് പാകിസ്ഥാനിൽ നിന്നും ഇങ്ങനെ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നത്. 52 വർഷങ്ങൾക്ക് ശേഷം പാകിസ്ഥാനിൽ നിന്ന് ആയുധശേഖരവുമായി കപ്പൽ ബംഗ്ലാദേശിൽ എത്തിയിരുന്നു. മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ച് രാജ്യം വിട്ട ഉടൻ തന്നെ മുഹമ്മദ് യൂനുസ് ഇടക്കാല സർക്കാരിന്റെ ചുമതല ഏറ്റെടുത്തിരുന്നു. അദ്ദേഹം ചുമതല ഏറ്റെടുത്ത ഉടൻ ബംഗ്ലാദേശ് സൈന്യം വെടിമരുന്നും റൈഫിലുകളും ആവശ്യപ്പെട്ടു എന്നാണ് വിവരം. ബംഗ്ലാദേശിന്റെ നിലവിലെ സാഹചര്യം ആഭ്യന്തര എതിർപ്പും കണക്കിലെടുക്കുമ്പോൾ മിക്ക രാജ്യങ്ങളിൽ നിന്നും ആയുധങ്ങൾ സംബന്ധിച്ച് തൃപ്തികരമായ ഒരു പ്രതികരണവും ബംഗ്ലാദേശിന് ലഭിച്ചിട്ടില്ല. ബംഗ്ലാദേശ് സർക്കാരിലുള്ള പാകിസ്ഥാൻ അനുകൂലികൾ പാകിസ്ഥാനിൽ നിന്നും ആയുധങ്ങൾ 1971 ശേഷം ഇതാദ്യമായാണ് ബംഗ്ലാദേശ് പാകിസ്ഥാനോട് നേരിട്ട് ആയുധം ആവശ്യപ്പെടുന്നത്. 50,000 വെടിയുണ്ടകളും 50 ടൺ RDX സ്ഫോടക വസ്തുക്കളും അടക്കമാണ് ബംഗ്ലാദേശ് പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ വർഷം തന്ത്രപ്രധാനമായ വിജയത്തിലൂടെ ബംഗ്ലാദേശിലെ മോംഗ്ല തുറമുഖം ഇന്ത്യ പ്രവർത്തനാവകാശം നേടിയെടുത്തിരുന്നു. എന്നാൽ ഇപ്പോൾ ചിറ്റാഗോങ് തുറമുഖം പാകിസ്ഥാൻ പ്രവേശനം നേടിയതിനാൽ ഇത് പ്രദേശത്തിന്റെ ഭൗമരാഷ്ട്രീയത്തിൽ സ്വാധീനം ചെലുത്തുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. പാകിസ്ഥാനും ബംഗ്ലാദേശുമായുള്ള ഈ സൗഹൃദം ഇന്ത്യക്ക് അത്ര നല്ലതായിരിക്കില്ല എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.